ഹായ്. സോ ആഫ്റ്റർ എ ലോങ് ടൈം ശരിക്ക് അനദർ കോണ്ടന്റ് പബ്ലിഷ് ചെയ്യുക. ബിക്കോസ് ഈ യൂട്യൂബിനുള്ളിലേക്ക് തിരിച്ചു കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ഇനി മുമ്പോട്ടേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും ഹാർഡസ്റ്റ് സ്റ്റെപ്പ് പറയണത് ഈ പ്രോസസ്സൊക്കെ കയറുക എന്നുള്ളതിനും. സോ അതിന് വേണ്ടി ഒരു ടീമിങ് സെറ്റപ്പ് ചെയ്യേണ്ടിയിരുന്നു. സോ ഫൈനലി നാളെ, അതായത് 15-ാം തീയതി ആ ടീം കംപ്ലീറ്റ് ആവും. ഹോപ്പ്ഫുള്ളി ആ ടീമിലേക്ക് ഒരാൾ കൂടി ജോയിൻ ചെയ്യും. സോ ദാറ്റ് യൂട്യൂബ് മുമ്പോട്ടേക്ക് പോകുന്ന എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ വളരെ റാൻഡംലി പെട്ടെന്നുണ്ടായ ഒരു തോട്ടാണ്. 2 സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതിലൊന്ന് എക്സിക്യൂട്ട് ആയില്ല. സോ 2024 ഹഡിൽ ഗ്ലോബൽ ആക്ച്വലി എനിക്ക് ഭയങ്കര ലൈഫ് ചേഞ്ചിങ് ഇവന്റ് ആയിരുന്നു. അത് നോട്ട് ഇൻ ഡയറക്റ്റ് സെൻസ്, പക്ഷേ ഇൻഡയറക്ട്ലി അതിൻ്റെ പല ആംഗിളിലും ഹെൽപ്പ് ചെയ്തിട്ടായിരുന്നു. സോ എനിക്ക് വളരെ നിർബന്ധമായിരുന്നു, ഈവൻ ദോ നമുക്ക് എല്ലാ സാധനങ്ങളും അലൈൻഡ് അല്ല എന്നുണ്ടെങ്കിൽ പോലും ആ ബിൽഡേഴ്സ് ഹൗസിൽ എല്ലാ ആൾക്കാരും അറ്റ്ലീസ്റ്റ് ഹഡിൽ ഗ്ലോബലിൽ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. സോ ഫൈനലി എനിക്ക് എല്ലാ ആൾക്കാരെയും കൊണ്ടുവരാൻ വേണ്ടി പറ്റി ട്രിവാൻഡ്രത്തേക്ക്, പ്ലസ് ഹഡിൽ ഗ്ലോബൽ അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റി. സോ ഇന്നത്തെ ഈ കോണ്ടന്റ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് വൈ നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ ഹഡിൽ ഗ്ലോബൽ അറ്റൻഡ് ചെയ്യണോ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലാവുക എന്നുള്ള സെൻസിലാണ്. സോ ദാറ്റിൽ 5 ആൾക്കാർ ഓരുടെ പെർസ്പെക്റ്റീവ്സ് പറയും. ആ 5 ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് കേൾക്കുക, എല്ലാം ഈ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ കാണുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. സോ ദാറ്റ് 5 പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും സെൻസ് ലിങ്ക് ആവണമെങ്കിൽ, കണക്ട് ആവണമെങ്കിൽ നെക്സ്റ്റ് ഹഡിൽ ഗ്ലോബലിന് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇത്തരത്തിലുള്ള മാസീവ് ഇവൻറ്റ്സിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആൻഡ് അത് നിങ്ങളുടെ ഒരു ജേണിൻ്റെ, പ്രത്യേകിച്ചും കരിയർ ജേണിൻ്റെ പാർട്ടാക്കിയിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. സോ വിൽ സ്റ്റാർട്ട് വിത്ത് റാഷി. ആദ്യമായിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തുന്നത്. ആൻഡ് എനിക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. ഇനി ഇതെങ്ങനെ പരിപാടി ഇതാവുക, ലൈക്ക് ഇതിന് ശരിക്കും ഒരു വാല്യൂ കിട്ടുമെന്ന് എനിക്കൊരു വലിയ പ്രതീക്ഷ ഒന്നുമില്ല ഇനി. കാരണം ഞാൻ വിചാരിച്ചത് ഇത്രയും വലിയ ഇവൻ്റ് ആയതുകൊണ്ട് ഓരോ സ്ഥലത്തും ഓരോ പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ എല്ലാ പരിപാടിക്കും എന്തായാലും കയറാൻ കഴിയില്ല. അപ്പോൾ ഇത് ഇത്രയും വലിയൊരു ഇതിൽ നടക്കുന്നതുകൊണ്ട് അവിടുന്ന് അങ്ങനത്തെ ഒരു വാല്യൂ കിട്ടും എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല ഇനി. ആൻഡ് എനിക്ക് കൂടുതൽ എക്സ്പെക്ടേഷൻ ഉള്ള നല്ല നല്ല പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും, ഒരുപാട് വലിയ വലിയ ആൾക്കാരെ പരിചയപ്പെടാം, ആ ഒരു കാര്യം ഇനി. ആൻഡ് നെറ്റ്വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവം ഇനി. ഇവിടെ എത്തിയപ്പോൾ ദ ഫസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ഞാൻ നെറ്റ്വർക്ക് ചെയ്തത് ഹീസ് എ VC, ഒരു വെഞ്ചർ ഫണ്ടിൻ്റെ ഒരു ജനറൽ പാർട്ട്ണറാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് നെറ്റ്വർക്ക് ചെയ്തത്. അത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയി. ലൈക്ക് ഞാൻ അത് മൂപ്പര് പുറത്തുള്ള ഒരു ഡെൻമാർക്കിലുള്ളൊരു ആളാണ്. അപ്പോൾ ഞാൻ മൂപ്പര് ചെന്ന് നെറ്റ്വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആയി. ഏകദേശം പിന്നെ കുറേ ആൾക്കാരെ കണ്ടുമുട്ടി. പിന്നെ ഓൾസോ 2-3 സെഷൻസ്, കുറേ സെഷൻസും അറ്റൻഡ് ചെയ്തു. ഓവറോൾ ഇറ്റ് വാസ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ. ഒരു സൈഡിൽ ശരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു ബാഡ് സൈഡല്ല, നമുക്ക് ഇങ്ങനെ കയറി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഫീലിംഗ് വരും, നമ്മളിവിടെ എത്തുമ്പോൾ ഒന്നുമല്ല, നമുക്ക് എല്ലാവരും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, നമ്മളൊന്നും ചെയ്യണില്ല, ആരും കുറ്റമൊന്നും തോന്നും. പക്ഷെ മറു സൈഡിൽ നമുക്കൊരു മോട്ടിവേഷൻ കൂടി കയറും, ഇവർക്കത് ചെയ്യുന്നുണ്ട്, ഇനി അടുത്ത പ്രാവശ്യം ഇവിടെ ഞാൻ ഗസ്റ്റ് ആയിട്ട് വരണം, ഇവിടെ ഞാൻ സ്പീക്കറായിട്ട് വരണം. ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു ഇൻസ്പിറേഷൻ കൂടി ശരിക്കും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ആൻഡ് ഒരു ക്ലാരിറ്റി ഉള്ള ഒരാൾക്ക് ഇവിടെ വരികയാണെങ്കിൽ ശരിക്കും അയാൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത ഒരാൾ ഇവിടെ വന്നാൽ അവർക്ക് ക്ലാരിറ്റി ഉള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് സംസാരിച്ച് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടും. അതാണ് ശരിക്കും എനിക്ക് ഇവിടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്ക് പല സ്ഥലത്തും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്ത് ഞാൻ ചെയ്യണം, എങ്ങനെ ഞാനൊരു അടുത്ത 5 വർഷത്തിലേക്ക് ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്യണം, അങ്ങനത്തെ പലതും എനിക്ക് അത് ഓൾറെഡി ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ തെളിയിച്ച ആൾക്കാരുടെ അടുത്ത് എനിക്ക് ശരിക്കും സംസാരിച്ച് അവരുടെ അടുത്തുനിന്ന് ഇൻപുട്ട് കിട്ടി. ആൻഡ് അതെനിക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റ് ആയിരുന്നു. സോ ദാറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ്. ഇതിനുള്ളിൽ എനിക്കൊരു സാധനം ആഡ് ചെയ്യാനുള്ളത്, റാഷി ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഫീൽ ചെയ്താട്ടോ, നിങ്ങൾക്ക് റാഷിനോടും ക്യാമറനോടും കൂടി 2 ആളോട് പറയാനുള്ളതാണ്. റാഷി ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞ സമയത്ത് റാഷി പറഞ്ഞ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്ത് ആ കോണ്ടന്റ് പുറത്തിറങ്ങിയില്ല. പക്ഷെ ഞാൻ ആ റൂമിൻ്റെ ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ പുറത്താള്. ഞാൻ കേൾക്കണ ഒരു സെന്റൻസിന്റെ ഒരു 10-20 തവണ ഇങ്ങനെ പറഞ്ഞു നോക്കണതാണ്. പക്ഷെ ഇപ്പോൾ റാഷി ഇതിന്റെ മുന്നിൽ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 4-5 മിനിറ്റ് ഇവിടെ ക്യാമറ ഓൺ ആക്കി വെച്ച് ക്യാമറ നോക്കി വളരെ സെറ്റായിട്ട് സംസാരിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷം. ഞാൻ അതിനെ കോണ്ടന്റ് ആക്കിയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, ഷാമില് ബിസിയാണ്. ഷാമില ഇത് ക്യാമറ കുടിക്കല്ലോ. ബ്ലോലിൻ ടീമിൽ ശരിക്കും ഇപ്പോൾ ഹയർഡ് ആകണം എന്നൊക്കെ ആഗ്രഹമുള്ള ആരെങ്കിലും ഇതിനുള്ളിൽ ഉണ്ടെങ്കിൽ, ഇഫ് നിങ്ങൾ ഫുഡിനോട് ഭയങ്കരമായ പ്രണയമുള്ള ആളാണെങ്കിൽ ദയവ് ചെയ്ത് ബ്ലോലിൻ്റെ ഉള്ളിൽ ജോയിൻ ചെയ്യരുത്. വിടാന്ന് കുഴപ്പമില്ല, കോംപ്രമൈസ് ചെയ്യേണ്ടി, ഭയങ്കര സാക്രിഫൈസ് ചെയ്യേണ്ടി വരും.
കാരണം ഇവിടെ ഒരു യുദ്ധം നടക്കണ ഒരു കേസേ ഉള്ളൂ, അത് ഫുഡാ. ബാക്കിയുള്ളതിലൊക്കെ എല്ലാവരും കോപ്പറേറ്റീവാ. പക്ഷെ ഒരു ഷർട്ട് ഒരു ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് കീറി പോയ ചരിത്രം വരെ ഇവിടെ ഫുഡിന്റെ പേരിലുണ്ട്. ഓക്കെ, നൗ വിൽ ജംപ് ടു വൈഷ്ണവ്. സോ വൈഷ്ണവ് ഇസ് ആർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആള്. ഇതാണ് പ്രശ്നം. ഓക്കെ, സോ വൈഷ്ണവ്, ഞാൻ ഹഡിലിന് വരിക എന്നുള്ളതിന് എനിക്ക് ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ലൈക്ക് ഷാദ് കഴിഞ്ഞ പ്രാവശ്യം ഹഡിലിന് പോയപ്പോൾ കുറേ ആൾക്കാരെ കണ്ടു. അപ്പോൾ ഇപ്രാവശ്യം ഹഡിലിന് പോയി കഴിഞ്ഞാൽ അതേ ആൾക്കാരെ കാണാൻ പറ്റും. ലൈക്ക് ദീസ് പീപ്പിൾ ആർ സംവൺ ഹു ഐ റിയലി ലുക്ക് അപ് ടു. സോ ഇവരെ കാണാന്നുള്ള ഒരു ഒറ്റ സംഭവം എനിക്കുണ്ടായിരുന്നുള്ളൂ. എനിക്ക് നിന്ന് ഒരുപാട് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പുതിയ കാര്യം പഠിക്കാൻ പറ്റുമോ, ഇതൊന്നും എനിക്ക് അറിയില്ല. ബിക്കോസ് ഇറ്റ്സ് റിയലി ഭയങ്കര ബിസിനസ് ടു ബിസിനസ് പേഴ്സൺസ് വരുന്ന ആളാണ് ഞാൻ. ഇതുവരെയുള്ള ലൈക്ക് ടിൽ ദിസ് നൗ ഐ എം നോട്ട് എ റിയലി ബിസിനസ് ടു ബിസിനസ് പേഴ്സൺ. സോ ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ മീറ്റ് ചെയ്യുന്ന വേറെ ആൾക്കാരെ എനിക്ക് വാല്യൂ തരാൻ പറ്റുമോ, എനിക്ക് ഓർക്ക് വാല്യൂ കൊടുക്കാൻ പറ്റുമോ, ഓരോയിട്ട് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുമോ, നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുമോ, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ലൈക്ക് എൻ്റെ ഇത് ഇത്രേ ഉള്ളൂ. there are some people who I really look up to. ഞാൻ കുറച്ച് ഇയേഴ്സായിട്ട് കോണ്ടൻസിൽ, റീൽസിൽ, ഫോണിലും ലാപ്ടോപ്പിലും ആയിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ കാണുക, ജസ്റ്റ് സംസാരിക്കുക, അവരോടൊരു ജസ്റ്റ് 1 minute ടോക്ക്, അത്ര എനിക്കുണ്ടായിരുന്നുള്ളൂ. ദാറ്റ് വാസ് മൈ, ഞാൻ ഉദ്ദേശിച്ചൊരു എന്താ പറയുക ഔട്ട്കം അത്ര ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ആക്ച്വലി റാഷി പറഞ്ഞ പോലെ ഒരൊറ്റ സാധനം ഇതിലുള്ളൂ. നമ്മൾ ഇവിടെ ഉള്ളവരുടെ അത്ര പണിയെടുക്കണില്ല, അല്ലെങ്കിൽ നമ്മൾ ഇവിടെയുള്ള ആരുടെ അത്ര എന്താ പറയുക വെർത്തല്ല. ആ ഒരൊറ്റ സാധനമുള്ളൂ. അതിൻ്റെ ഒരു കോയിൻ, ആ ഒരൊറ്റ കോയിൻ്റെ 2 സൈഡാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭവമുള്ളൂ. ലൈക്ക് ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പോസിറ്റീവായിട്ട് നെക്സ്റ്റ് ടൈം ലൈക്ക് ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ്, എനിക്കിനി കുറേ അച്ചീവ് ചെയ്യാനുണ്ട്, കുറേ പോകാനുണ്ട്, കുറേ നേടാനുണ്ട്, കുറേ ചെയ്യാനുണ്ട്, കുറേ ലേൺ ചെയ്യാനുണ്ട്, കുറേ എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്. ഈ സാധനം മനസ്സിലാക്കുക, എന്നിട്ട് അത് ചെയ്യുക. നെക്സ്റ്റ് ഇയർ വരുമ്പോൾ ലൈക്ക് ഐ വിൽ ബി വൺ ഓഫ് ദിസ് പേഴ്സൺ എന്നുള്ള രീതിയിലേക്ക് പോസിറ്റീവായിട്ട് അത് എടുക്കുക എന്നുള്ളതും. ആ പോസിറ്റീവ് തോട്ട് വരാൻ വേണ്ടിയിട്ട് നെഗറ്റീവായിട്ടുള്ള ഞാൻ ഇവിടെ ഉള്ള ആരുടെ അത്ര ഒന്നും ചെയ്യണില്ല, ഞാൻ ഇവിടെ ഉള്ള ആരുടെ അത്ര എനിക്ക് അറിവില്ല, ഇവിടെ ഉള്ള ആൾക്കാരുടെ അത്ര കണക്ഷൻസ് ഇല്ല, ഈ 2 തോട്ട് മാത്രമേ അൾട്ടിമേറ്റ്ലി ഇവിടുന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ബാക്കി നെറ്റ്വർക്ക്സ്, കണക്ഷൻസ്, കാര്യങ്ങളൊക്കെ അതെ. മേ ബി നമ്മളൊരു 50 ആളുകളെ പരിചയപ്പെടുന്നുണ്ടാവും. 50 ആളിൽ 40 ആളും എങ്ങനെ പോയാലും ഇപ്പം തന്നെ മറന്നിട്ടുണ്ടാവും. 3 ദിവസത്തെ ഇവന്റിൽ ഓരോ ദിവസവും ഒരാളെ കാണുന്നു, ലിങ്ക്ഡിൻ വാങ്ങുന്നു, ഇൻസ്റ്റാഗ്രാം വാങ്ങുന്നു. ലൈക്ക് ദർ വുഡ് ബി നോ അതർ അപ്ഡേറ്റ്. ആ ഒരു 40 ആൾക്കാരുണ്ട്. മേ ബി ആ 50-ൽ ബാക്കി 10 ആൾക്കാരായിട്ട് കണക്ഷൻ ബിൽഡ് ചെയ്യുന്നുണ്ടാവും. ലൈക്ക് ഒരു നെക്സ്റ്റ് ഒരു 6 months, 7 months, 8 monthsലേക്ക് കണക്ഷൻ മേ ബി പോകുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഐ തിങ്ക് അതിന്നൊരു 10 വീണ്ടും ഒരു 4-5 ആളുകളായിട്ട് ആ ഒരു ഹഡിലിൻ ഗ്ലോബൽ ഇവന്റിൽ നിന്ന് കിട്ടിയ ഒരു കണക്ഷനാണ് ഞങ്ങൾ എന്നുള്ളത് ആഫ്റ്റർ ഇയേഴ്സ് പറയാൻ പറ്റുന്ന ആളുകൾ അത്ര ഉണ്ടാവും തന്നെയാണ് എനിക്ക് ജെനുവൻലി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എനിക്കുണ്ടായിരുന്ന എക്സ്പെക്റ്റേഷനും എനിക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന എക്സ്പീരിയൻസും. നെക്സ്റ്റ് ഇയറിലേക്ക് വരികയാണെങ്കിൽ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ സെയിം ആ ഒരു കോയിൻ പരിപാടി തന്നെയാണ്. ലൈക്ക് എനിക്ക് അവിടെ ഉള്ള ആരുടെ അത്ര കണക്ഷൻസ് ഇല്ല, എനിക്ക് അവിടെ ഉള്ള ആരുടെ അത്രയും അറിവില്ല, ലേണിങ്സ് ഇല്ല, ഞാൻ അവിടെ ഉള്ള ആരുടെ അത്രയും എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. സോ ഐ ഹാവ് ലോട്ട് മോർ ടു ഡു, ലോട്ട് മോർ ടു വിൻ, ലോട്ട് മോർ ടു അച്ചീവ്, ലോട്ട് മോർ ടു ലേൺ, ലോട്ട് മോർ ടു എക്സിക്യൂട്ട്, ലോട്ട് മോർ ടു നെറ്റ്വർക്ക്, ലോട്ട് മോർ ടു കണക്ട്. അത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ അതാവാ. അത്രേ ഉള്ളൂ. ഓക്കെ, സോ താങ്ക് യു വൈഷ്ണവ്. ഓക്കെ, സോ വെൽക്കം സലീൽ. സോ സലീലിനെ ഇൻട്രൊഡക്ഷൻ തരാം. എൻ്റെ കയ്യിലൊരു സലീലിനെ ട്രാക്ക് ചെയ്യട്ടെ. സലീലിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സലീൽ ഒരു 5 മിനിറ്റിൽ ഹയർ ആയ ഒരു പേഴ്സണാണ്. അതായത് നമുക്കൊരു ഡിസൈനർ ആവശ്യമുണ്ടേനു ഇൻ ദ സെൻസ് നമുക്ക് ഇൻഹൗസ് ഭയങ്കര നീഡൊന്നുമല്ല. പക്ഷെ റാഷി പറഞ്ഞ പോലെ അടിപൊളി ചെങ്ങായാണ്. ഇൻഹൗസ് ഇങ്ങനെ നമുക്ക് കുറച്ച് സാധനങ്ങളുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ എത്തിയപ്പം സലീലിനെ വിളിച്ചു. മറ്റന്നാൾ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. മറ്റന്നാൾ വന്ന ആളാണ് സലീൽ. സോ ഐ തിങ്ക് എന്തായാലും സലീലിൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങനത്തെ ഒരു ഇവൻറ്റ്. സോ യാ, സലീലിലേക്ക് പാസ് ചെയ്യുന്നു. സലീൽ കുറച്ച് അടുത്തേക്ക് വന്ന് ഓർക്ക് സംസാരിക്കാം. ഓക്കെ,
ലെറ്റ്സ് ഗോ. സോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഹഡിലിന് പോയ ഒരാളാണ്. കാരണം ഹഡിലിനെ പറ്റി അറിഞ്ഞുകൂടാ, ആൻഡ് ഫസ്റ്റ് ടൈമാണ്. സോ ഹഡിലോട്ട് എത്തി. എനിക്കറിയാം ഇത് ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഒക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു എക്കോസിസ്റ്റമാണ് ഫോക്കസ് ചെയ്യുന്നത്. ആസ് എ ക്രിയേറ്റർ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അത്ര നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് നമ്മൾ ഫോണിലൂടെ അല്ലെങ്കിൽ ഡിജിറ്റലിലൊക്കെ കണ്ട ആളുകളെ നേരിട്ട് പരിചയപ്പെടാനും കുറച്ച് ആളുകളെ പരിചയപ്പെടാനും പിന്നെ എക്സ്പോ ഒക്കെ എന്താ പറയുക അതിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. പറഞ്ഞ പോലെ അവിടെ എത്തുമ്പോൾ നമ്മളൊന്നുമല്ല, വെറും സീറോ, എന്നെ വെച്ച് വെറും സീറോ അങ്ങനെ പറയാം. സോ ഇൻഷാല്ലാ അടുത്ത ഹഡലിന് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, സെറ്റായിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് കമ്മിങ് ടു ബ്രോ ഷാമിൽ. ഓക്കെ, നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ് ആൻഡ് ഇൻ റിയൽ ലൈഫ് ഇവൻറ്റ്സ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് പോകുന്ന ഇവൻറ്റ് ടെക് സ്പാർക്സ് ബാംഗ്ലൂർ. ആൻഡ് വൈ ഡിഡ് ഐ ഗോ ഫോർ ദ ഇവൻറ്റ്? എനിക്ക് ഒരാൾ എന്തെങ്കിലും പോകണം എന്നുള്ള സാധനത്തിൽ ആണ് ഞാൻ അവിടെ എത്തുന്നത്. ആൻഡ് അവിടെ എത്തിയാണ് ഞാൻ കാണുന്ന എക്സ്പോഷർ വാസ് അങ്കുർ വാരിക്കോഫ്, നാൻസി ചരൺ, ശ്രദ്ധ, ഭാവേഷ് അഗർവാൾ, പ്രൈം, ലൈക്ക് ആൻഡ് ഇൻസെയിൻ പീപ്പിൾ and VCs, multiple people. That was 3 to 4 years ago. And that is when I realized ഇങ്ങനത്തെ എനിക്ക് അവിടെ I was literally zero എന്ന് ഒന്നുമില്ല. കോളേജ് പഠിക്കുന്ന ചെക്കൻ, ആ കോളേജ് പഠിക്കുന്ന ചെക്കൻ അവിടെ പോയാണ്ട് I am seeing these awesome people. I am talking to them. What did I get? Being curious, asking questions. And how did you reach here? What did you do? What did you do to get here? സാധനങ്ങൾ ചോദിച്ചു എന്ന് മാത്രമേ ഞാൻ ചെയ്ത്. ആൻഡ് അവിടെ എനിക്ക് ഉണ്ടാക്കിയൊരു സാധനം എന്ന് വെച്ചാൽ, ഇഫ് ദിസ് ഇസ് മൈ ഗ്ലാസ് അല്ലെങ്കിൽ ഇഫ് ദിസ് ഇസ് മൈ വ്യൂ, എൻ്റെ വ്യൂ ഇൻക്രീസ് ഇത്രയ്ക്ക് ഇത്ര സംഭവം ഉണ്ടില്ലേ. അന്ന് എനിക്ക് കേരള സ്റ്റാർട്ടപ്പ് ആ സാധനങ്ങളിൽ മാത്രമേ, ബാംഗ്ലൂർ പോയപ്പോൾ എനിക്ക് ഉണ്ടായ എക്സ്പോഷർ ഇത്രയൊക്കെയാണ്. When I'm coming to Huddle, I also know like when you come here, you are gonna meet people who are doing awesome things. Where കുറേ അടിപൊളി സാധനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. And you're gonna talk to them. And what is going to happen is, നിങ്ങളുടെ exposure to people is going to increase. And the people you meet, meet ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന കുറേ അടിപൊളി സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. And what I would suggest anyone, നിങ്ങൾ സീറോ ആണെങ്കിൽ you go to a networking event. Because that is going to give you the most exposure and experience and people connection. And that is going to build your foundation. ശരിക്കും ഒന്നും അല്ലാത്ത ഒരാൾ ചെയ്യേണ്ട സാധനം ടോക്ക് ടു പീപ്പിൾ. എനിക്കൊന്നുമില്ല, ഞാൻ എന്താ പഠിക്കണം, എനിക്ക് ഇതാ സ്കിൽ സെറ്റില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്. ബെസ്റ്റ് വേ ടു സ്റ്റാർട്ട് ഇസ് ഗോ ടു ഇവൻറ്റ്. ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് വെൻ ഐ കമ്മിങ് ഹിയർ ഐ ന്യൂ ദാറ്റ് എനിക്ക് കമ്മിങ് ഹിയർ ഐ ഡോണ്ട് ഹാവ് എക്സ്പെക്ടേഷൻസ്. ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ഇവൻറ്റിന് പോകുന്നത്. So I didn't have real expectations, but coming with these people, I know it's going to be awesome and very good time spent ചെയ്യാന്നുള്ള സാധനം ഉണ്ടായിരുന്നു. And that's all. Pretty much the event was adiboli. Got to meet a lot of people, got to experience a lot of stuff, and hopefully next year too. Planning to come with more കുറച്ചുകൂടി intent based ആയിട്ടാണ് അടുത്ത വർഷം വരാൻ ഉദ്ദേശിക്കുന്നത്. Let that happen. May that happen. Hopefully that will happen. Thank you all. ഓക്കെ, നൗ എൻ്റെ അടുത്തേക്ക് വരാം. എൻ്റെ അടുത്ത് പറയാനുള്ളത്, ഓക്കെ, ഫസ്റ്റ് എന്താണ് ശരിക്കും ഹഡിൽ ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ വെച്ചാൽ, അൾട്ടിമേറ്റ്ലി ഈ വീഡിയോൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് നിങ്ങൾ ഹഡിൽ ഗ്ലോബൽ അടുത്ത പ്രാവശ്യം അറ്റൻഡ് ചെയ്യണോ അല്ലെങ്കിൽ ഇവൻറ്റ്സ് അടുത്ത പ്രാവശ്യം അറ്റൻഡ് ചെയ്യണോ അല്ലേ എന്നുള്ളതല്ലേ. ഹഡിൽ ഗ്ലോബൽ പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ എന്നൊക്കെയുള്ള പേരിൽ അല്ലെങ്കിൽ എന്നൊക്കെയുള്ളൊരു ടാഗിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തുന്ന ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഇവൻ്റാണ് ഹഡിൽ ഗ്ലോബൽ. ഇവിടെ കുറേ ഇൻവെസ്റ്റേഴ്സ് വരും, കുറേ ഓൺട്രപ്രന്യേഴ്സ് വരും, കുറേ സ്പീക്കേഴ്സ് വരും, കുറേ ആൾക്കാർ അറ്റൻഡ് ചെയ്യാനായിട്ട് വരും, കുറേ സീനിയർ ലെവൽ ആൾക്കാർ വരും. ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു സ്പേസിൽ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പല വാല്യൂ ഗ്രാബ് ചെയ്യാനായിട്ടൊക്കെ ഓടുന്ന ഒരു ഇവൻ്റാണ് ശരിക്കും ഹഡിൽ ഗ്ലോബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയ സമയത്ത് ഞാൻ ഷാൻക്കായിട്ടുള്ളൊരു ഡിസ്കഷനിൽ ഈ പ്രാവശ്യം ശരിക്കും ഹഡിൽ ഗ്ലോബൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു തോന്നലിൻ്റെ മുകളിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയ സമയത്ത് എനിക്ക് പ്യുവർലി ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഞാൻ പോയത്. എന്താ പറയുക, എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പോയത്.
അതായത് അവിടെ പോവുക, എന്താ ഇവൻ്റ്, അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പോകാന്നുള്ളതായിരുന്നു. ഇപ്രാവശ്യം പോകുന്ന സമയത്ത് എനിക്കൊരു എയിം ഉണ്ടേനു ഹഡിൽ ഗ്ലോബലിൽ ഞാൻ എന്തിനു വേണ്ടിയിട്ട് പോകണം എന്നുള്ളത്. അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി, റെസ്റ്റ് എവറിത്തിങ് ഇസ് ബോണസ്. സോ എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഇവൻറ്റിനെ കുറിച്ച് വ്യക്തമായി പഠിച്ച് നിങ്ങളുടെ ഒരു എയിം സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് പ്രൈമറി ഫോക്കസ് ആയിട്ടും ദെൻ അതേഴ്സ് ബോണസ് ആയിട്ടും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മേക്സ് മോർ സെൻസ്. അതാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ആൻഡ് എൻ്റെ എയിം പറയണത് ശരിക്കും ഞങ്ങൾ കമ്പനി സ്ട്രക്ചർ ചെയ്യാന്നുള്ളൊരു പ്രോസസ്സ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് അതിലൊരു ഫൈനൽ ഇതിലേക്ക് എത്തണം എന്നുണ്ടായിരുന്നു. സോ ദാറ്റ് എനിക്ക് വളരെ കണക്ഷനുള്ള ലീഗലായിട്ടുള്ള ആൾക്കാർ, കമ്പനി സെക്രട്ടറീസ്, സ്ട്രക്ചർ ചെയ്യണതിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള എനിക്ക് ഡയറക്റ്റ്ലി അറിയുന്ന തന്നെ ആൾക്കാരെ അവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ എനിക്കൊരു ഗോളിനു ദാറ്റ് ഈസ് ഇവരുമായിട്ട് എനിക്ക് സംസാരിക്കണം ഈ കാര്യം. ദെൻ അവിടെ നിങ്ങൾക്ക് അതൊരു ബെസ്റ്റ് വേ പോസിബിൾ അത് എക്സിക്യൂട്ട് ചെയ്യണതിലേക്ക് എനിക്ക് എത്തണം എന്നുള്ളത്. താങ്ക്ഫുള്ളി അത് ഹാപ്പൻഡ്. ആ ആൾക്കാരോട് സംസാരിച്ചു, ആൾക്കാർ തന്ന ഇൻപുട്സിൽ അത് ബെസ്റ്റ് വേയിൽ സ്ട്രക്ചർ ചെയ്യാനായിട്ട് പറ്റി. സോ അത് വളരെ അടിപൊളിയായിട്ട് സംഭവിച്ചു എന്നുള്ളത് ഒന്ന്. നൗ ബോണസ് ആയിട്ട് കിട്ടിയത് എന്തൊക്കെ? ബോണസ് ആയിട്ട് ഞാൻ വളരെ കുറച്ച് ഇവൻറ്റ്സ് ആണ് അറ്റൻഡ് ചെയ്തത്. ആൻഡ് സെക്കൻഡ്ലി ശരിക്ക് നമ്മളെല്ലാ ആൾക്കാരും ഒരു 3 day ഭയങ്കര അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാനും ഷാമിലും ആക്സിഡൻ്റലി ഇന്നലെ ഈ സ്ഥലത്ത് വന്നിട്ട് വർക്ക് ചെയ്തു. ഞങ്ങൾക്ക് കുറേ പ്രൊഡക്റ്റീവ്ലി വർക്ക് ചെയ്യാനായിട്ട് പറ്റി. ഓരോ ആൾക്കാരും ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ ഇവൻറ്റ്സ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഓരോ ആൾക്കാർ നെറ്റ്വർക്ക് ചെയ്യുമ്പോഴും ഭയങ്കര ഉള്ളിലൊരു ഫീൽ ദാറ്റ് ഈസ് ഓക്കെ, ഇവരെല്ലാവരും നമ്മളെ പാർട്ടായിട്ട് വന്ന് ഓൾക്ക് ഇത്ര സാധനങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ള അറിയുമ്പോൾ നമുക്കുള്ള ആ ഫീൽ. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം എല്ലാവരും കൂടി ബീച്ചിൽ പോയി കുളിച്ച് കബഡി കളിച്ച് അങ്ങനത്തെ കുറച്ച് പരിപാടികൾ. സോ അത് ഹാപ്പൻ. ഞങ്ങൾ ജയിച്ച്. സോ ആ സാധനങ്ങൾ ഹാപ്പൻ. അപ്പോൾ ഇങ്ങനെയുള്ള എവ്രി സാധനങ്ങൾ വാസ് ബോണസ്. ഇനി 2 ടൈപ്പ്, ഫസ്റ്റ് ഇതിൽ കുറേ ടൈപ്പ് ഓഡിയൻസ് ഉണ്ടാവും. ദാറ്റ് ഈസ് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, കുറേ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, ഒരു ക്ലാരിറ്റി ഉള്ള ആൾക്കാർ. ഞങ്ങളുടെ ടീമിൽ തന്നെ ഇതേ സാധനം വളരെ സ്പ്ലിറ്റാണ്. ദാറ്റ് ഈസ് ക്ലാരിറ്റി ഉള്ള ആൾക്കാരുണ്ട്, ക്ലാരിറ്റി കുറവുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓരോ ആൾക്കാരെ കൊണ്ടും പറയിപ്പിച്ചത്. സോ ദാറ്റ് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ആൾക്കാർക്കും അറ്റൻഡ് ചെയ്യാന്നുള്ളത്. എന്നാൽ നമുക്ക് 2 ഓഡിയൻസിലേക്ക് മാത്രം സെഗ്മെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഒന്ന് ക്ലാരിറ്റി കുറച്ചുള്ള ആൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ആൾ. ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഷാമിൽ പറഞ്ഞ പോലെ ഗോ ഫോർ എക്സ്പോഷർ. നിങ്ങൾക്ക് കുറേ സാധനങ്ങൾക്ക് എക്സ്പോഷർ കിട്ടും. നിങ്ങൾക്ക് ആ ക്ലാരിറ്റി എവിടേക്ക് എന്താന്നുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ക്ലാരിറ്റി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഗോ വിത്ത് ഇൻറ്റെൻറ്റ്. നിങ്ങൾക്ക് ഇന്ന സാധനം അച്ചീവ് ചെയ്യണം അതിൻ്റെ ഉള്ളിൽ നിന്ന്, ഇന്ന സാധനങ്ങൾ അച്ചീവ് ചെയ്യണം അതിൻ്റെ ഉള്ളിൽ നിന്ന്, അങ്ങനെയുള്ള ഇൻറ്റൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പോവാം. ആൻഡ് ആ ഇൻറ്റൻറ്റിൻ്റെ ബേസിൽ നിങ്ങൾക്കൊരു പ്ലേ ബുക്ക് ഉണ്ടാക്കാം. ഇവിടുന്ന് അറ്റൻഡ് ചെയ്യണം, അത് കഴിഞ്ഞ് അവരെ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ള സാധനമൊക്കെ വെച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. സോ ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. ഞങ്ങൾ ബിൽഡേഴ്സ് ഹൗസിലെ എല്ലാ ആൾക്കാരും ഹഡിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റി. ഗ്രേറ്റ്ഫുൾ. ആൻഡ് അടുത്ത ഹഡിലിന് ഈ വീഡിയോ കാണുന്ന, അല്ലെങ്കിൽ അടുത്ത ഹഡിലിനോ അടുത്ത ഏതെങ്കിലും ഇവൻറ്റിനോ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ വന്നിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ മീറ്റ് അസ്. ആൻഡ് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ ഷാദ് ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്തത് കണ്ടിരുന്നു. അതിൽ ഈ ഇവൻറ്റിൽ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടി എന്നുള്ള നിങ്ങൾ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളി. അതിൻ്റെ എന്തെങ്കിലും ആഡ് ചെയ്യണം? ഈ വയറിന്നറിഞ്ഞോ? ഇല്ല, ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്യാം. You can take an Uber and go to railway station. If you touch my sandwich, ഇത് ഷാമിൽ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഐ തിങ്ക് വീഡിയോ വെറുതെ ലെങ്തി ആക്കണ്ട. നിങ്ങൾക്ക് ആ വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ആൻഡ് ഇത് യൂട്യൂബിലേക്കുള്ള എനിക്ക് 2026 ഷാരിക്ക് ഒരു ഇതിൽ പറയുന്നു, എനിക്ക് 2025 കോണ്ടന്റിലേക്ക് തിരിച്ചു വരിക, അതിശക്തമായി തിരിച്ചു വരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ളത്. ആൻഡ് ഹി ഡിഡ് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാമിലേക്ക് സാധനങ്ങളൊക്കെ. അതുപോലെ 2026 കോണ്ടന്റിലേക്ക് അതിശക്തമായിട്ട് തിരിച്ചു വരിക എന്നുള്ളത് തന്നെയാണ് എനിക്കുള്ളൊരു എയിം. ആൻഡ് എനിക്ക് തോന്നുന്നു അതിൻ്റെ ടീം ഫുള്ളി ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ക്ലാരിറ്റി ഓൾസോ. ലെറ്റ്സ് ഗോ. താങ്ക് യു സോ മച്ച്. ബൈ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വീഡിയോയിലേക്ക് ഒരാളൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ദ വൺ ആൻഡ് ഓൺലി ഹെന്നത്ത. ഓക്കെ, സോ ഹെന്നത്ത, ക്വസ്റ്റ്യൻ ഇതാണ്, ഔട്ട്കം ഇതാണ്. ഹഡിൽ ഗ്ലോബൽ ഇവൻറ്റ് ഇത് ഒരു യങ് ആയിട്ടുള്ള ആൾ കാണുകയാണെന്ന് വിചാരിക്കുക. ഒരടുത്ത പ്രാവശ്യം നെക്സ്റ്റ് ഹഡിൽ ഗ്ലോബൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇവൻറ്റ് എന്തുകൊണ്ട് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഒരു വീഡിയോ ഒന്ന് മനസ്സിലാവേണ്ടത്.
അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ നമ്മളെല്ലാ ആൾക്കാരും ഞങ്ങളുടെ ഒപ്പീനിയൻസ് സെലീൽ ഷെയർ ചെയ്തു, റാഷി ഷെയർ ചെയ്തു, വൈഷ്ണവ് ഷെയർ ചെയ്തു, ഞങ്ങളെല്ലാവരും നമ്മളെ ഒപ്പീനിയൻസ്. യെസ്, എന്തുകൊണ്ട് അടുത്തൊരാൾ ഹഡിൽ ഗ്ലോബൽ അല്ലെങ്കിൽ വേറെ ഇവന്റിൽ പോകണം? ഒന്നാമത്തെ നമുക്ക് ഈ ഐ ടിയിലുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഐ ടി ഈ സാധനങ്ങളായിരുന്നു ഫസ്റ്റ് വിചാരിച്ചിരുന്ന അത് മാത്രം കിട്ടുന്നുള്ളതായിരുന്നു. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. എല്ലാവരും കൂടെ വരുന്ന ഒരു എന്താ പറയുന്ന ഒരു മാസ് ഗ്യാതറിങ് ആയിരുന്നു അവിടെ ഹഡിലുണ്ടായിരുന്നത്. പിന്നെ ആ എനർജി ആയിരുന്നു. എല്ലാവർക്കും എന്തൊക്കെയോ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ നേടാണ്ട്. ആ എനർജി ഭയങ്കര, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കണ്ട മുഖങ്ങൾ. ഇപ്പം ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണെങ്കിലും എവിടെയാണെങ്കിലും മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവില്ല, മിണ്ടിയിട്ടുണ്ടാവില്ല. കാരണം നമ്മളൊരു എന്താണ് നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള നമുക്കറിയാത്തതുകൊണ്ട് കണ്ട കുറേ മുഖങ്ങൾ അവിടെ എത്തിയ സമയത്ത് മനസ്സിലായി. അവിടെ എല്ലാവരും വരുന്നത് എന്തിനാണ്? കണക്ട് ചെയ്യാണ്. അപ്പോൾ ഒരു എന്താ പറയുന്നത്, ആർക്കും ഒരു ഇതുണ്ടായിരുന്നില്ല, ഒരു ബാരിയർ ഉണ്ടായിരുന്നില്ല കണക്ട് ചെയ്യാൻ. സോ മുന്നേ കണ്ട ആൾക്കാരും പുതുതായിട്ട് കണ്ട ആൾക്കാരും പരിചയപ്പെടാനാണെങ്കിലും സംസാരിക്കാനാണെങ്കിലും ഒക്കെ ഭയങ്കര ഒരു സ്പേസ് കിട്ടിയ പോലെ എനിക്ക് അവിടെ പോയി തോന്നുന്നത്. ആൻഡ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ആ കോവളത്തിൽ ആ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ എല്ലാവരും എന്താ പറയുന്നത് ഒരു 3 days നമ്മളിങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയിരുന്നു. ലാസ്റ്റ് തിരിച്ചു വരുമ്പോൾ എനിക്ക് ഇറ്റ്സ് ലൈക്ക് വീട്ടിൽ നമ്മളൊരു കല്യാണം നടന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ പിരിയുമുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക സ്കൂളിൽ നിന്നൊരു ട്രിപ്പ് പോയി നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് നമുക്കൊരു ടയേർഡായി, കംപ്ലീറ്റ്ലി നമ്മൾ ഡ്രെയിൻഡാണ്. ബട്ട് സ്റ്റിൽ പോകുമ്പോഴുള്ള ആ വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങിയത്. ഡെഫിനറ്റ്ലി പറ്റുകയാണെങ്കിൽ എന്തായാലും നെക്സ്റ്റ് ഹഡിൽ വരും. ആൻഡ് നെക്സ്റ്റ് ഹഡിൽ നമ്മൾ എവിടെ കാണണം എന്നുള്ളത് നമ്മൾ ഓരോ ആൾക്കാർ സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇത്ര വർഷം കഴിയുമ്പോൾ നമ്മൾ അവിടെ എത്തണം. ഞാൻ ഹഡിൽ എന്താ കണ്ടതെന്ന് വെച്ചാൽ ഹഡിൽ ആ മെയിൻ സ്റ്റേജിൽ ബാക്കിയുള്ളവർ ഇരിക്കുന്ന സ്ഥലത്ത് എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ആൻഡ് ഹോപ്പ്ഫുള്ളി വിൽ ബി ദെയർ. നമ്മളെല്ലാവരും വളരണം എന്നുള്ളൊരു സാധനം ഹഡിൽ നമുക്ക് കിട്ടും. എനിക്കൊന്ന് നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം സംസാരിക്കുമ്പോൾ ഫസ്റ്റ് ഈ വീഡിയോന്റെ കട്ട് എന്നിട്ട് ആ സംസാരിക്കണ സാധനം അതൊരു വൻ മാസാണ്. ആ വീഡിയോ ഈ ചെയ്യില്ലേ? Yeah, hopefully. അല്ലെങ്കിൽ വൈഷ്ണവിന്റെ ടീം ചെയ്യും. Yes, definitely.